ഇതുപോലെ വെള്ളത്തിലൊക്കെ ഇട്ട് വൃത്തിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഫോൺ വേണം, അല്ലെങ്കിൽ ഇതുപോലെ താഴെ വീണാൽ ഫോണിന് ഒരു കംപ്ലൈന്റ് വരാൻ പാടില്ല. അങ്ങനത്തെ ഒരു ഫോണാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ഇതാണ് ഓപ്പോയുടെ F27 Pro Plus. ഈ ഒരു ഫോൺ വെള്ളത്തിലിട്ട് യൂസ് ചെയ്ത് വെച്ചിട്ട് ഒരു കുഴപ്പം പറ്റൂല. ഇനി നമ്മൾ എടുത്തിങ്ങനെ എറിഞ്ഞു വെച്ചിട്ടും ഒരു കുഴപ്പം പറ്റൂല. നമുക്കുണ്ടോ വേണമെങ്കിൽ ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും പറ്റില്ല കേസ്. നമുക്ക് വേണമെങ്കിൽ അടിച്ച് പൊട്ടിച്ചാനൊക്കെ പറ്റും. ആണിയൊന്നും അടിക്കരുത്, ക്യാമറ അല്ല. സോ അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ കംപ്ലീറ്റ് ഒരു ചെറിയൊരു റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഈ ഫോൺ പ്രീ ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സെയിൽ തുടങ്ങുന്നത് 19-ാം തീയതിയാണ്. സോ പ്രീ ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം തന്നെ മലപ്പുറത്തുള്ള പ്ലാനറ്റ് എമ്മിനെ കോൺടാക്ട് ചെയ്യാം. ഒരുപാടധികം ഓഫേഴ്സ് അവർ നിങ്ങൾക്ക് പ്രീ ബുക്കിന് തരുന്നുണ്ട്. ഇപ്പം തന്നെ പ്രീ ബുക്ക് ചെയ്യുക. അതല്ലാതെ വേറെ എന്ത് സ്മാർട്ട് ഫോൺ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അവരുടെ കംപ്ലീറ്റ് കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പോ F27 Pro Plusന്റെ ബോക്സ്. സ്മാർട്ട് ഫോൺ ആണ് മെയിൻ ആയിട്ട് ബോക്സിലുള്ളത്. അല്ലാതെ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരു TPU കേസ്, കുറച്ച് യൂസർ മാനുവൽ, നമ്മുടെ ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ, പിന്നെ ഒരു Type C കേബിൾ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചിന്റെ ഒരു Full HD Plus AMOLED ഡിസ്പ്ലേ ആണ് ഇവിടെ നൽകിയുള്ളത്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 950 നിറ്റ്സ് ആണ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ലെവല്. 394 pp ആണ് പിക്സൽ ഡെൻസിറ്റി. പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കുഴപ്പം പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ മച്ചിങ് ഒക്കെ അടിച്ച് പൊട്ടിക്കാം. ഓക്കെ, ഒരു ഇഷ്യൂസും വരില്ല. അത്രയും നല്ല പ്രൊട്ടക്ഷൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മൂവീസ് കാണാനാണെങ്കിലും ഗെയിംസും കാര്യങ്ങൾ കളിക്കാനാണെങ്കിലും അത്യാവശ്യം നല്ലൊരു കളർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിൽ വരുന്നത്. പിന്നെ ഇതിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുന്നെങ്കിൽ MediaTekന്റെ Dimensity 7050 എന്നുള്ള ഒരു ചിപ്പ് സെറ്റ് ആണ് ഇതിൽ നൽകിയുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിപ്പ് സെറ്റ് തന്നെയാണ് നൽകിയുള്ളത്. LPDDR4Xന്റെ റാമും UFS 3.1 ആണ് സ്റ്റോറേജ് വരുന്നത് കേട്ടോ. Android 14 ബേസ്ഡ് ആയുള്ള ColorOS 14 ആണ് നൽകിയുള്ളത്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ലാഗും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. 128 GB സ്റ്റോറേജും 256 GB സ്റ്റോറേജും വരുന്ന 2 വേരിയൻസ് വരുന്നുണ്ട്. 8 GB റാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ. അതുകൊണ്ട് അങ്ങനെ ലാഗോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പെർഫോമൻസ് വൈസ് ഓക്കെ ഉണ്ടോ. പിന്നെ ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വെറും 177 ഗ്രാം മാത്രമേ ഈ ഒരു ഫോൺ വെയിറ്റ് വരുന്നുള്ളൂ. അത്യാവശ്യം വെയിറ്റ് കമ്മിയാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ 7.9 mm മാത്രമേ തിക്നെസ് വരുന്നുള്ളൂ. സോ ഒരു സ്ലിമ്മും അതുപോലെ തന്നെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഫോണാണ്. നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു നേവി ബ്ലൂ കളർ വരുന്ന ഒരു വേരിയന്റ് കേട്ടോ. ഇതല്ലാതെ ഒരു പിങ്ക് വേരിയന്റും കൂടി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ചൂസ് ചെയ്യാം കേട്ടോ. അതാണ് കുറച്ചും കൂടി കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ പെട്ടെന്ന് ചളിയാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ബാക്കൊക്കെ ലെതറാണ് കംപ്ലീറ്റ്ലി. ഈ ഒരു സംഭവം 2 സൈഡും ലെതറാണ് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ആദ്യം തന്നെ കണ്ടിട്ടുണ്ടാവും ഇതൊരു IP69 റേറ്റിംഗ് വരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ ആണ് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് വെള്ളത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. ഏകദേശം 1.5 മീറ്റർ ആയത്തിൽ 30 മിനിറ്റ് വരെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് സാമ്പിൾസ് കാണിച്ചൊന്നുമില്ല അല്ലേ. ഇതാ ഇതുപോലെ നമുക്ക് വെള്ളത്തിൽ മുക്കിയിട്ട് വീഡിയോസ് എടുക്കാം, ഫോട്ടോസ് എടുക്കാം, അങ്ങനെ എല്ലാം എടുക്കാം. വേണമെങ്കിൽ ഫോൺ ചളിയാക്കണമെങ്കിൽ ഒന്ന് കഴുകി വൃത്തിയാക്കി മെനാക്കി എടുക്കാം. സോ സംഭവം കൊള്ളാൻ കേസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് കഴുകി നോക്കിട്ടോ. ഇതുവരെ വെള്ളമൊന്നും കയറിയിട്ടില്ല കേട്ടോ. വർക്കിംഗ് ആണ്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, 360 ഡിഗ്രീൻ്റെ ഒരു ആർമർ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ഇട്ടാലും ഇതെന്ത് ചെയ്യാൻ പറ്റില്ല, ഫോണിന് ഒരു ഡാമേജും വരില്ല കേട്ടോ. ബാക്കിയൊക്കെ ഈ ഒരു ബോഡി തടുത്ത് നിർത്തും കേസ്. അത്രയും നല്ലൊരു പ്രൊട്ടക്ഷനാണ് ഇവിടെ ഓപ്പോ നൽകിയുള്ളത്. 64 മെഗാപിക്സലിന്റെ ഒരു ഡുവൽ ക്യാമറ ആണ് വരുന്നത്. 2 മെഗാപിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസറും നൽകിയിട്ടുണ്ട്. 4K 30 FPS ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന റെസൊല്യൂഷൻ. നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇതിന്റെ 4K 30 FPS എടുത്ത വീഡിയോ ആണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോസ് തന്നെയാണ്. പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നോർമൽ ഫോട്ടോസും പോർട്രേറ്റ്സും നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡീസെന്റ് ആണ്. പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ഒരു പ്രൈസിന് ഇത്ര ക്വാളിറ്റി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അത്യാവശ്യം ഡീസെന്റ് ആയ ഒരു ക്വാളിറ്റി പോർട്രേറ്റ് ഫോട്ടോഗ്രാഫ്സിനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ ക്യാമറ നോക്കുകയാണെങ്കിൽ 8 മെഗാപിക്സലിന്റെ ഒരു സിംഗിൾ ക്യാമറ ആണ് വരുന്നത് കേട്ടോ. സിംഗിൾ ആണ് ക്യാമറ, പാവല്ലേ, എന്താ ചെയ്യാം. സോ സിംഗിൾ ക്യാമറ ആണ് വരുന്നത്. ഇവിടെ 1080p 30 FPS ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങളിപ്പോൾ കാണുന്നതാണ് ആ ഒരു വീഡിയോ കേട്ടോ. 1080p 30 FPS ആണ് മാക്സിമം റെസൊല്യൂഷൻ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ക്വാളിറ്റിയിലും അങ്ങനെ ഇഷ്യൂ ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിലൊക്കെ പോയിട്ട് സ്കൈ ബാക്ക്ഗ്രൗണ്ടിൽ വരികയാണെങ്കിൽ ചെറിയൊരു എന്താ പറയുക വൈറ്റനിങ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. പിന്നെ ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ പോർട്രേറ്റ്സ് എനിക്ക് കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ 8 മെഗാപിക്സലിന്റെ ഈ ക്യാമറ നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. നോർമൽ ഫോട്ടോസും അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫീസ് ഒക്കെ ഓക്കെയാണ്. ഫ്രണ്ടിൽ 5000 mAh ഒരു ബാറ്ററി ബാക്കപ്പ് ഈ ഒരു ഫോണിന് നൽകിയിട്ടുണ്ട്. 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ഡുവൽ 5G ആണ് വരുന്നത്. അതായത് 2 സിമ്മിലും 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 7 5G ബാൻഡ്സ് ആണ് ഈ ഒരു ഫോണിൽ ഓപ്പോ നൽകിയുള്ളത്. പിന്നെ ഇതിൽ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം തോന്നിയത് എന്താണോ, ഇതിൽ നമ്മൾ സാംസങ്ങിന്റെ S23 S24 സീരീസിലൊക്കെ വരുന്ന പോലെ ഒരു AI ഫീച്ചർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു AI ഫീച്ചർ വരുന്നുണ്ട്. നമ്മൾ നേരെ ഫോട്ടോസിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൽ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് AI എറേസർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഇമേജിനെ ജസ്റ്റ് ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആണ്ടോ അതൊരു വൈപ്പ് ചെയ്ത പോലെ നമുക്കവിടെ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ തന്നെ
കംപ്ലീറ്റ്ലി ആ ഒരു ഇമേജ് അവിടുന്ന് ഒഴിവാക്കി തരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സോ ഈ ഒരു ഫോൺ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ആ ഒരു ഫീച്ചർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഫൈനലി ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 30,000 രൂപയുടെ താഴെയാണ് വരുന്നത്. 28,000 രൂപ ആ റേഞ്ചിലേക്കാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. സെയിൽ തുടങ്ങുന്നത് 19 ജൂണിനാണ് കേട്ടോ. 19-20 ആ ജൂൺ ടൈമിലാണ് തുടങ്ങുന്നത്. നിങ്ങൾ പ്രീ ബുക്ക് ആണെങ്കിൽ ഒരുപാടധികം പ്രീ ബുക്ക് ഓഫേഴ്സ് പ്ലാനറ്റ് മൊബൈൽസ് നൽകുന്നുണ്ട്. ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അല്ലേ. ഗുഡ് ബൈ ഗൈസ്.